ഹലോ ഹായ് നമസ്കാരം. സ്കൈലർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികൾ ഏറ്റവും പ്രിയപ്പെട്ട നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന മറ്റൊരു പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടറും കൂടിയാണ് നമ്മളൊപ്പം ഇന്ന് സംവിധായകൻ എന്നുള്ള റോള് ചെയ്യുന്നത്. പറഞ്ഞിട്ട് ആരും പിന്നിൽ ആരോടില്ല, ക്യാമറമാൻ തിരിഞ്ഞു നോക്കിയപ്പോ ആരെയും കാണാനില്ല. ആ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം ഐക്യുണ്ടെന്നുള്ളത്. ഒരാളെയും നോക്കിയില്ല, എല്ലാവരും ഓട്ടോ. അതെ, മൊത്തം വള്ളികളെ ചുറ്റുമായിട്ട് അപ്പൊ ഓടിക്കഴിഞ്ഞാൽ ഈ വള്ളിയിൽ പിടിച്ചിങ്ങനെ സ്റ്റക്കായിട്ട് നമ്മൾ ഓടുന്തോറും ബാക്കിലേക്ക് വലിച്ച് അങ്ങനെ. പിന്നെ എനിക്ക് ചെറിയൊരു അൾസറിന്റെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ടാസ്ക് ആയിട്ട്. കാരണം അത് വന്നതുകൊണ്ട് ആ പെയിൻ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് ക്ലൈമാക്സ് എടുക്കുന്ന സമയത്താണ് ആദ്യമായിട്ടാണ് എനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ സുഹൃത്ത് എന്ന് വിളിക്കുന്ന ഒരു ആളുടെ ഡയറക്ഷനിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. എന്താ പറയാ, റീൽസ് എടുത്താലും വെഡിങ് ആൽബംസ് എടുത്താലും അത് ഭരിക്കുന്ന ഒരു സോങ് ഉണ്ട്, തമിഴ്. അതല്ലേ? കേട്ടോ, ഞാൻ പറഞ്ഞേ പോപ്പുലർ റിക്വസ്റ്റിൽ വന്നൊരു ക്വസ്റ്റ്യൻ. അതിന്റെ നായിക ഇപ്പൊ എവിടെയാണ്? നായിക ഇപ്പൊ ബോംബെയിലാണ്. ഇപ്പൊ 1 മാസം 1.5 മാസം 2 മാസമായിട്ടുള്ളൂ കല്യാണമൊക്കെ കഴിഞ്ഞു. ഓ, അവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ. വളരെ ക്രേസി ആയ ആരാധികമാരുടെ അറ്റാക്കോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോന്ന്? എന്റെ ദൈവമേ. നീ എന്നരികിൽ വന്നാലേ உலகம் ஏன் இருளுது, பகலிரவாய் மாறுது, வளைவினில் எல்லாம் வளைந்து தொலைந்து போவேன் நானே. കനവ് പുൽപ്പായിൽ ഉറങ്ങാതിരുന്നോളെ. അതേ മൂടായിപ്പോ. കളിയാടി പാടാൻ നേരമാ, കളിയാടി പാടാൻ നേരമാ. Very nice, very nice, very nice. ഹലോ ഹായ് നമസ്കാരം. സ്കൈലർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള ഒരാള് ഒരു പാട്ട് കേട്ടാൽ തന്നെ ഭയങ്കരമായിട്ട് മനസ്സിലാവും. അപ്പൊ ആ പാട്ട് ഏതെന്ന് വെച്ച് കഴിഞ്ഞാല്, എന്താണ് നിന്നോടൊന്നും ചോദിക്കല്ലേ ചോദിക്കല്ലേ, മറ്റാരും കാണാതെ എന്നോടെന്തോ മെല്ലെ ചൊല്ലാനില്ലേ, നിന്നെ കാണും നേരത്തേതോ മോഹം താനെ ചോളം മൂളുന്നു, പറയൂ അതിലുള്ള രസം അറിയില്ല പറഞ്ഞു തരാൻ, ഇടനെഞ്ചിൽ എന്ത് സുഖം ഇളമഞ്ഞു പൊതിഞ്ഞതുപോൽ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, രജത് മേനോനാണ്. താങ്ക് യു സോ മച്ച്. ഇത് പാട്ട് ഫുൾ പാടി ഇൻവൈറ്റ് മ്യൂസിക് ഡയറക്ടറായ സുജിത്ത് നോക്കി. അപ്പൊ നമ്മള് ആ ഒരു പാട്ട് പോലെ തന്നെ മലയാളികൾ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന മറ്റൊരു പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടറും കൂടിയാണ് നമ്മളൊപ്പം ഇന്ന് സംവിധായകൻ എന്നുള്ള റോള് ചെയ്യുന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു പാട്ട് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല്, താരം പതിപ്പിച്ച കൂടാരം രാവിൽ നിലാവിൻ്റെ പൂരം, ചോലകളും കുയിലാളും പാടും താഴ്വാരം എല്ലാം നമുക്കിന്ന് സ്വന്തം. മേഘം കണ്ട് കാറ്റും കൊണ്ട് നേരറിഞ്ഞ് നീ വളര്, നിൻ വഴിയേരാപ്പകല് കാവലുണ്ട് എൻ്റെ കണ്ണ്. താനേ തനന്താനേ തന്നാനേ ആരോ ആരാരിരാരോ, താനേ തനന്താനേ തന്താനേ ആരോ ആരാരിരാരോ. വെൽക്കം ശ്രീജിത്ത് എടവന.
അദ്ദേഹത്തിന്റെ പുതിയ സിനിമയായ സിക്കാഡ എന്ന മൂവിയുടെ കാസ്റ്റും ക്രൂ ഒക്കെ ഉണ്ട്. അപ്പൊ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പൊ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ഇദ്ദേഹമാണ് ഡയറക്ടർ. പറഞ്ഞു ഇദ്ദേഹമാണ് മ്യൂസിക് ഡയറക്ടർ. അല്ല, ഇദ്ദേഹമാണ് മ്യൂസിക് ഡയറക്ടർ കം ഡയറക്ടർ കം റൈറ്റർ കം ശ്രീജിത്ത് എടവന. ശ്രീജിത്ത് മ്യൂസിക് ഡയറക്ടറാണ്. എന്താ പറയാ, സ്റ്റാർട്ടിങ് ഫ്രം നെഞ്ചോട് ചേർത്ത് സോങ്, പിന്നെ മധുരനാരങ്ങ, ശിക്കാരി ശംഭു തുടങ്ങിയ ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സംവിധാന രംഗത്തേക്കും സിക്കാരയിലൂടെ വന്നിരിക്കുന്നു. അടുത്തതായി നമ്മളോടൊപ്പം ഉള്ളത് ഇതിലെ ലീഡാണ് നമ്മുടെ ഗായത്രി മയൂര. ആൻഡ് പറയൂ, അതേപോലെ എല്ലാം ഞാൻ തന്നെ പൈസ എനിക്ക് തരൂ. അപ്പൊ ഇത് ഗായത്രി മയൂര. ഗായത്രി ഒരുപാട് എന്താ പറയാ സിനിമകളിലൂടെ എന്താ പറയാ സീരിയൽസ്, സിനിമ, വെബ് സീരീസ് തുടങ്ങിയ ഒരുപാട് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഒരു നായികയായിട്ട് ചെയ്യുന്നു സിക്കാരയിലൂടെ. ഇനി അടുത്ത ആള് നമ്മുടെ I'll introduce myself. വന്ദനയാണ് പ്രൊഡ്യൂസർ. Yes, I'll introduce myself. No issues. എനിക്ക് ആരുടെ I'm Vandana Menon and I'm the producer of this movie. Also, I have worked on the project design of this movie. ഓക്കെ. അപ്പൊ ഇവിടെ എല്ലാവരും ഒന്നിലധികം വർക്കുകൾ ചെയ്യുന്ന ആളുകളാണ്. അതായത് പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാൻ ഞങ്ങളിപ്പോ ആങ്കറിംഗും കൂടി അപ്പൊ അദ്ദേഹം 2 റോളുണ്ട്. ഇദ്ദേഹം അതുപോലെ തന്നെ ഡയറക്ഷൻ എല്ലാം ഉണ്ട്. ഇദ്ദേഹത്തെ കൊണ്ട് പണി ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞങ്ങളെല്ലാവരും മൊത്തം പണികളായിരുന്നു. പിന്നെ അഭിനയിപ്പിക്കില്ല, അവനല്ല ആക്ടർ. അതല്ലാതെ ഇല്ല, അതല്ലാതെ അത് ആവശ്യത്തിൽ കൂടുതൽ പണി ഉണ്ടായിരുന്നു അഭിനയിച്ചത്. ഞാൻ ബുദ്ധിമുട്ടിപ്പിച്ചില്ല അതൊക്കെ. ഇല്ല, ഞങ്ങളെല്ലാവരും ഒരേ മനസ്സോടെ അങ്ങ് ഇറങ്ങിയതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആയിരുന്നു. ഞാനത് വായിച്ചിട്ടുണ്ടായിരുന്നു. സാറിന്റെ ഒരു ഇന്റർവ്യൂല് ലൈക്ക് അഭിനയിക്കാൻ വന്നവര് പലരും ക്രൂ ആയി മാറി, അതുപോലെ ക്രൂ ആയിട്ട് വന്നവരൊക്കെ അഭിനയിച്ചു, അങ്ങനെ പല രീതിയിൽ എല്ലാരും വളരെ ഇൻവോൾവ് ആയിട്ടുണ്ട്. അത് ആക്ച്വലി ടെക്നീഷ്യനായി മാറി എന്ന് പറയുന്നത് നമ്മൾ ഈ ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഫുൾ കാടായിരുന്നു. അട്ടപ്പാടി ആയിരുന്നു അതിന്റെ ലൊക്കേഷൻ ആയിട്ട്. അപ്പോ ഒത്തിരി ദൂരം നടക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ രാവിലെ ഒരു 4 മണിക്കൊക്കെ എണീറ്റിട്ട് നമ്മളൊരു 6:30 ആകുമ്പോഴത്തേക്കും ഷൂട്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2.5 കിലോമീറ്ററൊക്കെ ഉള്ളിലേക്ക് നടക്കണം. അപ്പൊ ഈ നടക്കുന്ന സമയത്ത് ഒത്തിരി ദൂരം നടക്കണമല്ലോ. അപ്പൊ ചിലപ്പോ ഈ ലൈറ്റൊക്കെ ഇവര് തന്നെയൊക്കെ എടുക്കേണ്ടി. സോ ആ സെൻസിലാണ് ഞാനൊരു ടെക്നീഷ്യനായിട്ട് കൂടെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പൊ അങ്ങനെ വളരെ ഒരു NSS ക്യാമ്പ് വൈബായിരുന്നു നിങ്ങളുടെ. ക്യാമ്പായിരുന്നു. ക്യാമ്പ് ഒരു പിക്നിക് മൂഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 6 മണി വരെ, 6:30 കഴിഞ്ഞ് പിന്നെ ഡിസ്കവറിയാ. ആനയൊക്കെ ഇറങ്ങി അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ആന ഓടിയായിരുന്നു. ഫണ്ണായിരുന്നു, അഡ്വഞ്ചർ. ആനോടൊപ്പം ഭയങ്കര ഫണ്ണാണ്. അടുത്ത വർഷം ചെക്കാട് 2 ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അനുവല്ലേ പേര്, അനുവിനും കൂടി വിളിക്കാം. ആന വരുമ്പോ നല്ല കാണല്ലേ എന്ന് പറഞ്ഞിരിക്കുക. ആന വരുമ്പോ എന്റെ ഭാഗത്തോട്ട് വെച്ചിട്ട് ഷോട്ട് വെച്ച് ഒരാൾ അവിടെ നിന്ന് അഭിനയിക്കുന്ന സമയത്താണ് പറഞ്ഞിട്ട് ആരും പിന്നിൽ ആരും ഓടിയില്ല. ക്യാമറമാൻ തിരിഞ്ഞു നോക്കിയപ്പോ ആരും കാണാനില്ല. അവനും ഓടി. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഓടി. ആ സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം ഐക്യം ഉണ്ടെന്നുള്ളത്. ആന വരുമ്പോ ഒരാളെയും നോക്കിയില്ല, എല്ലാവരും ഓട്ടോ. പക്ഷെ വേറൊരു കാര്യം, ഭയങ്കര ഡേഞ്ചർ സീനാണ്. നമുക്ക് ഓടിയാ എത്തില്ല. അല്ല, ഓടിയാ നമ്മൾ എത്തില്ല. കാരണം നമ്മൾ ഭയങ്കരമായിട്ട് അല്ല, ഇത് പിന്നെ ഈ ഇപ്പൊ ആന വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് പെട്ടെന്ന് ആ ഒരു മൊമെന്റില് നമുക്കിപ്പോ ആന വരുമ്പോ ഓക്കെ 6 ആഗിൽ ഓടിയ അതൊക്കെ ആ മൊമെന്റ് എവിടെ ചിന്തിക്കാൻ, അവിടെ ഒറ്റ ഓട്ടോ ഓടുക മാത്രം ഓപ്ഷൻ. മൊത്തം വള്ളികൾ കിടന്നു ചുറ്റുമായിട്ട്. അപ്പൊ ഓടിക്കഴിഞ്ഞാൽ ഈ വള്ളിയിൽ പിടിച്ചിങ്ങനെ സ്റ്റക്കായിട്ട് നമ്മൾ ഓടുന്തോറും ബാക്കിലേക്ക് വലിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. ഷീജിത്ത് പെടുകയും ചെയ്തു. ഐ മീൻ വള്ളിയിൽ പെട്ടു, അങ്ങോട്ട് ഓടാൻ പറ്റില്ല. അങ്ങനെ അതുകൊണ്ടാ പറയാൻ, വേറെ ആർക്കും ഓടാൻ പറ്റില്ല. വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ആന വേറെ വഴിക്ക്. അതുകൊണ്ട് ഞങ്ങൾ മെയിൻ ടാർഗറ്റ് ആക്കി വെച്ചില്ല. ആന വേറെ വഴിക്ക്.
എങ്ങനെയുണ്ട് മയൂരക്ക് സെറ്റിലുള്ള എക്സ്പീരിയൻസ്, സോറി ഗായത്രിക്ക് എക്സ്പീരിയൻസ് എങ്ങനെ? എന്റെ സെറ്റ് എക്സ്പീരിയൻസ് ഈ പറയുന്ന പോലെ എനിക്ക് അട്ടപ്പാടി ഏരിയയില് അങ്ങനെ ഷൂട്ട് ഉണ്ടായിരുന്നില്ല. എന്റെ പോർഷൻസ് ഞാൻ രക്ഷപ്പെട്ടു. അതുകൊണ്ട് എന്റെ കൂടുതൽ പോർഷൻസും കൊച്ചിനും പിന്നെ ബാംഗ്ലൂരും ഒക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് പോർഷൻസ് നമ്മള് വാഗമണ്ണില് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വാഗമണ്ണിലും ഈ പറയുന്ന പോലെ എനിക്ക് അത്ര ഒരുപാട് ഹെവി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി ക്ലൈമറ്റ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ എനിക്ക് ചെറിയൊരു അൾസറിന്റെ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ടാസ്ക് ആയിട്ട്. കാരണം ഷൂട്ടിന്റെ ടൈമിലായിരുന്നു വന്നത്. അപ്പൊ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഉണ്ടായി. ബാക്കി വൈസ് പക്ഷെ അത് വന്നതുകൊണ്ട് ആ പെയിൻ ഭയങ്കരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റി മുഖത്ത്. എനിക്കൊന്ന് ക്ലൈമാക്സ് എടുക്കുന്ന സമയത്താണ് കരയേണ്ട ആവശ്യം വന്നില്ല. മുഖത്ത് ഈ പെയിനും മറ്റേ ക്ലൈമാക്സ് എടുക്കുന്നതിന്റെ ടെൻഷനും സീനും അത് തന്നെ. അതൊക്കെ ആയിട്ട് കറക്റ്റ് സിനിമ കാണുമ്പോ എല്ലാരും പറയുന്നത് ആ പോർഷൻ ഏറ്റവും ഗംഭീരമായി ചെയ്തു. അതെ, അത്രത്തോളം വിസിബിലിറ്റി ഉണ്ടായിരുന്നു. കാരണം മറ്റേ ഒരു ഷോട്ടിനകത്ത് ഇവളിങ്ങനെ ജനലിൽ കൂടെ ഇങ്ങനെ സൈഡിൽ വന്നിട്ട് ഫുൾ മറ്റേ ടെൻഷനും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ ഈ സൈഡിലാണ് മറ്റേ അൾസർ വന്നായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഷോട്ട് വെച്ച് അപ്പൊ ഇങ്ങനെ വന്നത് ഇവിടുത്തെ പെയിൻ കാരണം ആളിങ്ങനെ വന്ന് നിൽക്കുമ്പോ ഷോട്ട് വെച്ചപ്പോഴത്തേക്കും എന്താ ഫീൽ എന്ന് അറിയോ. ടോട്ടലി എക്സ്പീരിയൻസ് നൈസ് ആയിരുന്നു, ഫണ്ണായിരുന്നു. അല്ലല്ല അല്ലാതെ ഈ പറയുന്ന പോലെ നമ്മളെല്ലാരും ഭയങ്കര ഒരു എന്റർടൈൻഡ് പാക്ക് ആയിരുന്നു. അപ്പം നമുക്കങ്ങനെ വർക്കിൽ ഭയങ്കര സ്ട്രഗിളും സ്ട്രഗിൾ ഫീൽ ചെയ്തില്ല. ലൈക്ക് നമ്മൾ ഒരുപാട് അങ്ങനത്തെ ഒരു സ്ട്രഗിൾ ഫീൽ ചെയ്തില്ല. എന്നാൽ നമ്മൾ സീരിയസ് ആയിരുന്നു അറ്റ് ദ ടൈം. ആ ഒരു മൊമെന്റിൽ നമ്മൾ സീരിയസ് ആയിരിക്കും ഷോട്ട് എടുക്കുന്ന ടൈമിൽ. ബാക്കി ടൈമിൽ ഇവർ ലൈക്ക് പടത്തിലൊരു ഫണ്ണുമില്ല. ഞാൻ ട്രെയിലറിൽ കണ്ടപ്പം രജിത്തേട്ടൻ ഭയങ്കര സീരിയസ് ആയിട്ട് അങ്ങനത്തെ ഒരു സാധനമൊക്കെയാണ്. അത് കാണുമ്പോ മനസ്സിലാവുള്ളൂ. മാസമുണ്ട്, പക്ഷെ മാസ് സീക്വൻസസ് ഉണ്ട്. പക്ഷെ അത് ചെന്ന് ഭവിക്കുന്നത് എങ്ങനെയാണെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് സിനിമയിൽ ആൻസർ ചെയ്യപ്പെടുന്നുണ്ട്. സോ ബേസിക്കലി പറഞ്ഞ ശരിയാണ്, മാസ് ഉണ്ട്. പക്ഷെ ആ മാസ് ഒക്കെ എന്താ പറയാ നോട്ട് സോ ഗുഡ് ഫാക്ടേഴ്സിൽ എങ്ങനെ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം ഈ സിനിമയിലൂടെ കിട്ടുന്നതായിരിക്കും. സോ മറ്റേ നേരെ പോയി 10 പേരെ കൊല്ലുന്നു അങ്ങനത്തെ ടൈപ്പ് മാസല്ല. അല്ല എന്നാലും ഇപ്പൊ മുമ്പ് വന്നിട്ടുള്ള ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് വളരെ ഡിഫറെന്റ്. അല്ല, ഞാൻ ഇതുവരെ ഓൺ സ്ക്രീൻ ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഒരു ആക്ടർ എന്ന നിലയ്ക്ക് ഒരു ഇൻഹിബിഷൻസ് കംപ്ലീറ്റ്ലി എന്താ പറയുക ശ്രീജിത്ത് മാറ്റി വെപ്പിച്ചിട്ടാണ് അഭിനയിപ്പിച്ചത്. സോ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് തിങ്. കാരണം നമുക്ക് അങ്ങനെ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എപ്പോഴും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. സോ അതിൽ ഹാപ്പിയാണ് തീർച്ചയായിട്ടും. ഇപ്പം ഫസ്റ്റ് ഒരു മൂവിയിലേക്ക് ഇങ്ങനെ ചെയ്യാണ്, ഇപ്പൊ ഡയറക്ഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇപ്പൊ രജിത്തേട്ടനെ കാസ്റ്റ് ചെയ്യാം, ആ ഒരു ക്യാരക്ടറിന് രജിത്തേട്ടൻ ആപ്റ്റ് ആയിരിക്കും എന്ന് ഫീൽ ചെയ്തൊരു മൊമെന്റ് ഉണ്ടാവില്ലേ, അതൊന്ന് ഷെയർ ചെയ്യാമോ? അത് ഈ എഴുതാൻ തുടങ്ങിയപ്പോഴേ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന്റെ അകത്ത് മെയിനായിട്ട് അഭിനയിക്കുന്ന ആൾ നന്നായിട്ട് അനുഭവിക്കും എന്നുള്ളത്. അത് ഭയങ്കര പാടാണ് അത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളത്രയും നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾ വേണം. കാരണം നമ്മളിലേക്കൊന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതിപ്പോൾ എൻ്റെ വളരെയധികം അടുത്ത സുഹൃത്താണ് രജിത്ത്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി നാളുകളായിട്ടുള്ള പരിചയം. അപ്പോൾ അത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ സമയമില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വർക്കാവില്ല. പിന്നെ ക്ലൈമറ്റിൽ പെട്ടെന്ന് മഴയൊക്കെ വന്ന്, കാട്ടിലാണല്ലോ, പെട്ടെന്ന് മഴയൊക്കെ വന്ന് പെട്ടെന്ന് അത് പറ്റില്ല, എനിക്കിത് കഴിഞ്ഞിട്ട് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞാലൊന്നും അവിടെ വർക്കാവില്ല. അപ്പോൾ ആ ക്യാരക്ടറിന് വേണ്ടി നന്നായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത ഒരു ആക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ അത് വർക്കാവുള്ളൂ. സോ എഴുതിയപ്പോൾ തന്നെ എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ജോന്നാണ് ക്യാരക്ടറിൻ്റെ പേര്, എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന രജിത്ത് തന്നെയാണ്. അത് ഈ ബുദ്ധിമുട്ടണം എന്നുള്ളൊരു ഫാക്ട് മാത്രമല്ല, അത് അവന്റെ ഫിസിക്കിനും അവന്റെ ലുക്കിനും എല്ലാം അത് ഭയങ്കര ആപ്റ്റാണ്. പിന്നെ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ആളുടെ തോട്ട്സിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് എനിക്ക് നന്നായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ളത്. സോ അതും ഒരു ഫാക്ടാണ്. ഇനി സിനിമ കാണുമ്പോൾ മനസ്സിലാവും ശ്രീജിത്തിന് ലൈക് നല്ല സുഹൃത്താന്ന് പറഞ്ഞില്ലേ, അപ്പൊ എന്തുകൊണ്ട് രജിത്ത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ആ ക്യാരക്ടറിന്, അതായത് നായക കഥാപാത്രമാണെങ്കിലും ആ ക്യാരക്ടറിന് കുറെ നെഗറ്റീവ്സ് ഉണ്ട്. അപ്പൊ അത് ചിലപ്പോ എനിക്ക് ശ്രീജിത്ത് ചിലപ്പോ ഇത്രയും നെഗറ്റീവ്സ് ഉണ്ടെങ്കിൽ അയ്യോ ഇത് രജിത്ത് ഇപ്പൊ ആസ് എ പ്രൊഡ്യൂസർ ഇപ്പൊ കാട്ടിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ കുറെ ഫോർമാലിറ്റീസ് നേരിടേണ്ടതായിട്ടുണ്ടാവുമല്ലോ.
that was being taken care of by the executive production controller as well. പക്ഷേ അത് it wasn't so hindrance ആയിട്ട് വന്നിട്ടില്ല. ഇല്ല that way it was very supportive. ബാംഗ്ലൂരൊക്കെ ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം ത്രൂ ഔട്ട് yeah. കാട്ടിൽ വന്നപ്പോ നിങ്ങൾ ലാസ്റ്റ് ഷെഡ്യൂളുണ്ടായിരുന്നു നമ്മളെ വെള്ളച്ചാട്ടത്തിൽ. വേറൊരു മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാല് ഇത് നമുക്ക് ഡ്യൂപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോ 2-3 ഫോൾസ് ഉണ്ട്. ഒന്ന് മറ്റേ ഇടി കൊണ്ടിട്ട് ഉരുണ്ട് ഇങ്ങനെ കറങ്ങണം, അതൊക്കെ ഇവൻ തന്നെ ചെയ്തു. പിന്നെ മറ്റേ വെള്ളത്തിന്റെ മുകളിൽ വെള്ളച്ചാട്ടം ഉണ്ട്, ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് ചാടുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇവൻ പിന്നെ അണ്ടർ വാട്ടർ പോയിട്ട് പൊങ്ങി അതൊക്കെ ചെയ്തു. അവൻ വെള്ളം പേടിയാണ്, പക്ഷെ സീരിയസ്ലി ഐ മീൻ വെള്ളം പേടിയാണ്, പക്ഷെ എന്നിട്ടും അത് ചെയ്തു എന്നുള്ളതാണ്. സേഫ്റ്റി മെഷേഴ്സ് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാൽ പോലും ഈ കാട്ടിലെ വലിയൊരു അരുവിയാണ്. അപ്പൊ അതിന്റെ കുത്തൊഴുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. അവിടുത്തെ ആൾക്കാരുടെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാൽ പോലും അത് ഭയങ്കര ഡിമാൻഡ് ചെയ്ത സീനായിരുന്നു. അതുകൊണ്ട് അവൻ തന്നെ അത് ചെയ്തു. ആ ഒരു എക്സ്പീരിയൻസ് ചാടിയപ്പോ ഉണ്ടായ ഫീല് എന്ത് എക്സ്പീരിയൻസ് ചാടിയിട്ടുണ്ടായിട്ട് പിന്നെ നമ്മളിത് കൂടുതൽ ചിന്തിക്കാനോ അല്ലെങ്കിൽ നമ്മളിപ്പോ നോക്കാനോ അങ്ങനെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മള് ആന വരുന്നു എന്ന് പറഞ്ഞാൽ ഓടുക, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞ പോലെ സ്റ്റാർട്ട് പറഞ്ഞാൽ അങ്ങ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഈ റോളിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ റോളിങ്ങിന്റെ ഒരു അറ്റത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഡീപ്പ് ഒരു ഇതുണ്ട്. അപ്പൊ അത് അവിടം വരെ എത്തുമോ ഇല്ലയോ അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞു അതിന് മുമ്പ് ഞാൻ റോൾ ചെയ്യുമ്പോ എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അത് നോക്കണ്ട, അതിനു മുമ്പായിട്ട് കഷ്ട വിളിച്ച വേറെ 2 പേര് വന്ന് കറക്റ്റായി പിടിച്ചാൽ ഓക്കെയാണ്, വിട്ടുപോയാൽ അങ്ങ് പോവും. ഞാൻ അതൊന്നും ആലോചിച്ചാൽ നമുക്ക് നടക്കില്ല. റോൾ ചെയ്യാ കൈ കഴിഞ്ഞു, ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ഇവൻ വീഴുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോ അതിനകത്ത് ആക്ച്വലി വീഴുന്ന ഏരിയ നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്. ആ വീഴുന്ന ആ ഒരു ഫോള് കാണിക്കാൻ ഭയങ്കര പാടാണ്. അപ്പൊ അത് ആക്ച്വലി അതിന്റെ ഒരു എന്താ പറയാ, ഇതാണ് ഒരു മലയെങ്കിൽ അതിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്തുനിന്ന് റോൾ ചെയ്തിട്ടാണ് വന്ന് ലാൻഡ് ചെയ്യുന്നത്. അതൊക്കെ ശരിക്കും തന്നെ ചെയ്തു. ചേട്ടൻ ഈ ഒരു മൂവിയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞൊരു സംഭവമുണ്ട്, ഗോൾ എന്നുള്ള ഒറ്റ മൂവി മതി. ഇപ്പൊ നമുക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്യണം എന്നില്ല, ചിലരിങ്ങനെ മലയാളികൾ ഹൃദയത്തിൽ കൊണ്ടു നടക്കണം. അപ്പൊ അതുപോലെ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരാളാണ് ചേട്ടൻ. ഇപ്പൊ ഗോൾ ആണെങ്കിൽ തന്നെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ പ്രൊമോഷൻസോ സോഷ്യൽ മീഡിയ പ്രൊമോഷൻസോ ഒന്നും ഇല്ലാതെ തന്നെ പ്യോർലി മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് വിജയമായിരുന്നു. അതിനെക്കാട്ടിലും പ്രൊമോഷൻസ് ഉണ്ടായിരുന്നു ഒബ്വിയസ്ലി. പക്ഷെ ഇപ്പൊ ഇത്രയും അന്ന് ചാനൽ പ്രൊമോഷൻസ് മാത്രമായിരുന്നു. അന്നത്തെ ചാനൽ പ്രൊമോഷൻ വേറെ ആരുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കും അത്. ആക്ച്വലി ഒരു വീട്ടിലുള്ള എല്ലാവരും TV ഭയങ്കരമായിട്ട് ഡിപെൻഡ് ചെയ്ത് ആക്ച്വലി നേരെ തിരിക്കല്ലോ, കാരണം ഇപ്പൊ ചാനൽ പ്രൊമോഷൻസ് അല്ലല്ലോ, സോഷ്യൽ മീഡിയ. വേറൊരു ഗുണമുണ്ട്, ഏത് സിനിമകൾ ഇറങ്ങുന്നുള്ളത് എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു പാട്ട് ഇറങ്ങിയ ആ പാട്ട് മുഴുവനും ആൾക്കാർ ശരിയല്ലേ, കാരണം അതിന് വേണ്ടിയിട്ട് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ശരിയല്ലേ, അപ്പൊ കുറച്ചും എനിക്ക് വേണം വിസിബിലിറ്റി അന്നാണ് അല്ല അന്ന് വന്നതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആ ഒരു വിസിബിലിറ്റി കിട്ടിയത്. കാരണം എന്താ വെച്ചാല് അന്ന് എസ്പെഷ്യലി ന്യൂ കമേഴ്സ് ഭയങ്കര കുറവാണ്. എസ്പെഷ്യലി ഒരു വലിയ ഡയറക്ടറിന്റെ അല്ലെങ്കിൽ വലിയൊരു പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ന്യൂ കമേഴ്സ് വരുന്നത് വളരെ കുറവായിരുന്നു. അപ്പൊ വളരെ ലൈക്ക് ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള വളരെ ചുരുക്കം പേരാണ് ന്യൂ കമേഴ്സ് ഉള്ളൂ. ഇപ്പൊ നോക്കുമ്പോൾ അങ്ങനെയല്ല, ഇപ്പൊ നമുക്ക് ഒരുപാട് സിനിമകളുണ്ട്. അപ്പൊ ആക്ച്വലി ഒരു സിനിമ ഇറങ്ങിയ സിനിമ ഹിറ്റായി അല്ലെങ്കിൽ ആ സിനിമയുടെ ടോക്സ് വന്നാലാണ് അത് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങുന്നത്. അപ്പൊ അത് ഇറ്റ്സ് എ ഗുഡ് തിങ്, നല്ല കാര്യമാണ്. അല്ല ഞാൻ പറയുന്നത് ഇപ്പൊ മേ ബി ഞാൻ അന്ന് വന്നത് ഒരു ഭാഗ്യം തന്നെയാണ്. ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞങ്ങൾ എത്ര ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാലും പ്രൊഫഷൻ വേറെ ഫ്രണ്ട്ഷിപ്പ് വേറെ, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ. അപ്പൊ ഈ രജത്ത് ഇതുവരെ അഭിനയിച്ചുകൊണ്ടിരുന്ന ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത് എല്ലാവരും ലെജൻഡ്സ് ആണ്. കമൽ സാറ്, ജോഷി സാറ്, IV ശശി സാറ്, കാരണം എല്ലാം മേജർ ആയിട്ടുള്ള വലിയ ഡയറക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആളാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പുതുമുഖ സംവിധായകന്റെ കൂടെ ആദ്യമായിട്ടായിരിക്കും രജത്ത് അഭിനയിക്കുന്നത്. അപ്പൊ ആക്ച്വലി സ്പീക്കിംഗ് ഫ്രണ്ട് ആണെങ്കിലും എനിക്കത് ചെയ്യുമ്പോ എന്റെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഉണ്ടാവരുത് എന്നുള്ള ഒരു അതൊരു ഇത്തിരി ആദ്യമൊക്കെ ഞാൻ ഇത്തിരി കോൺഷ്യസ് ആയിരുന്നു. ഓക്കെ, എനിക്ക് ഇത് പറയാമോ ചെയ്യണം അങ്ങനെയുള്ള ഒരു കാര്യമൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവൻ ഇന്നേ വരെ കേട്ടിരിക്കുന്നത് വലിയ ഡയറക്ടേഴ്സിന്റെ കയ്യിൽ നിന്നാണ്. അപ്പൊ പുതിയ ഒരാളുടെ കയ്യിൽ നിന്ന് കേൾക്കുമ്പോ എങ്ങനെയായാലും അല്ലേ. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ സുഹൃത്ത് എന്ന് വിളിക്കുന്ന ഒരു ആളുടെ ഡയറക്ഷനിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. കാരണം ഇതിനു മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ആരും
ഫസ്റ്റ് ഓഫ് ഓൾ മേജർ എല്ലാവരും തന്നെ ലെജൻഡറി ഡയറക്ടേഴ്സ് ആണ്. ഞാൻ അപ്പോൾ പരിചയപ്പെടുന്ന അല്ലെങ്കിൽ പ്രോജക്റ്റുമായിട്ട് പരിചയപ്പെടുന്ന ആൾക്കാരായിരുന്നു. ഈവൻ അതർവൈസ് മറ്റേ ലെജൻഡറി അല്ലാത്ത ഡയറക്ടേഴ്സ് എന്നുള്ള രീതിയിൽ എടുത്താൽ പോലും ഞാൻ അപ്പോൾ ആ പ്രോജക്റ്റിന് വേണ്ടി മാത്രം പരിചയപ്പെടുന്ന ഡയറക്ടേഴ്സ് ആയിരുന്നു. ആദ്യമായിട്ടാണ് എനിക്ക് മുമ്പേ അറിയാവുന്ന ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് അതിന്റെ ഒരു ഫ്രീഡം ഉണ്ടായിരുന്നു ഡെഫിനറ്റ്ലി. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു വളരെ സ്ട്രിക്റ്റ് ആയ ഡയറക്ടറാണ്. ലൈക്ക് ഇൻ ദ സെൻസ് എന്ത് വേണം അത് വേണം, ഇതാണ് വേണ്ടേ. പിന്നെ ഇപ്പൊ ഏത് ലൈക്ക് ലെജൻഡറി ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പുതുമുഖം ഇതിലൊന്നും ഒരു പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ വെൻ അവർക്ക് ആ വർക്ക് അറിയാമെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ല. ഇപ്പൊ അവിടെയും ഇവിടെയും എനിക്ക് കിട്ടുന്ന കാര്യം എന്താ വെച്ചാൽ ഒരു സുഖം എന്താ വെച്ചാൽ ഒരു കൺഫ്യൂഷൻ ഇല്ല. എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത്. അവർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിന്റെ ഏറ്റവും വലിയ ഗുണം അവിടെ ഒരിക്കലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഒരു പുതുമുഖ ഡയറക്ടറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ മേ ബി അതായിരിക്കാം നമുക്കൊരു ഉണ്ടാവുക. കാരണം കൺഫ്യൂഷൻ ഉണ്ടാവുമോ. ശ്രീത്ത് ഡേവൻ തൊട്ട് പിന്നെ എനിക്ക് അറിയാം ശ്രീത്തിന്റെ ടാലന്റും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ടും അതൊന്നും ഒരു കുഴപ്പമുണ്ടായില്ല. അല്ല, ഈ വർക്ക് എക്സ്പീരിയൻസിന്റെ കാര്യം, കാരണം അവന് കുറച്ചും കൂടി നല്ല എക്സ്പീരിയൻസ് ഉണ്ട് വർക്കിൽ. അപ്പോൾ അത് കൊണ്ട് തന്നെ ഞങ്ങള് ഷൂട്ടിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നി ഒന്ന് 2-3 സാധനം ഒന്ന് പാച്ച് ചെയ്യാം എന്നോർത്തിട്ട് ഒരാഴ്ച വീണ്ടും ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആണെങ്കിൽ പോലും വിളിച്ചിട്ട് സീൻസ് ഏതൊക്കെയാണെന്ന് അവൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ സീൻസ് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് കണ്ടിന്യൂറ്റി പിടിക്കാൻ വേണ്ടിയിട്ട് ആള് ഓട്ടോമാറ്റിക്കലി ചോദിച്ചു. നമ്മൾ വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയേണ്ട ആവശ്യമില്ല. സോ ഹി നോസ് ദാറ്റ് ആക്ച്വലി. സോ അങ്ങനെയുള്ള ഒത്തിരി പോസിറ്റീവ് സൈഡ് ഉണ്ടായിട്ടുണ്ട്. ഗായത്രിയുടെ ക്യാരക്ടർ എന്താണ് ഇപ്പൊ ഈ മൂവിയിലെ? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മേഘ എന്നാണ്. മേഘ ഒരു അട്ടപ്പാടി സ്വദേശിയാണ്. ആൻഡ് അവിടെ ഒരു നേഴ്സിംഗ് പഠിച്ച ഒരു കുട്ടി. ആൻഡ് പുള്ളിക്കാരി അവിടെ നിന്ന് ബാംഗ്ലൂർ വരുന്നതായിട്ടാണ് കഥയിൽ പറയുന്നത്. നമ്മൾ നേരത്തെ കേട്ടിട്ടില്ലേ? കാരണം നേരത്തെ നേഴ്സിംഗ് പഠിക്കണമെങ്കിൽ നമ്മൾ ബാംഗ്ലൂർ പഠിക്കുക, അതാണ് ആ ഒരു സംഗതിയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ക്യാരക്ടർ വൈസ് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ വുമൺ എംപവർമെന്റിന്റെ കാര്യങ്ങളെ കുറിച്ച് ഇതിൽ വളരെ ഇതായിട്ട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് ഇതിൽ കാണിക്കുന്നുമുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. ഒരു ഫൺ സൈഡൊന്നും ഇല്ല, വളരെ ബോൾഡായിട്ട് വരുന്ന സംഭവമാണ്. ഒരു എനിക്ക് തോന്നുന്നു ഇതിൽ 2 രീതിയിൽ കാണിച്ചിട്ടുണ്ട്. ആസ് എൻ ഒരു പക്കാ നാട്ടിൻപുറത്തൊരു കുട്ടിയായിട്ടുള്ള ഒരു ഗെറ്റപ്പിലും കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു വെസ്റ്റേണൈസ്ഡ് അങ്ങനെ ഒരു ബാംഗ്ലൂരിലൊരു തനി അങ്ങനെയുള്ള ഒരാളായിട്ടും കാണിച്ചിട്ടുണ്ട്. അങ്ങനെ 2 മേക്ക് ഓവറിലൊക്കെ ഉണ്ട്. അതൊക്കെയാണ്. നമുക്കിന്നൊരു ഗെയിം ആയാലോ? എന്താണ്? അതെ, നമുക്കൊരു ഗെയിം ആയാലോ? അപ്പൊ ഈ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടേഴ്സ് ചോയ്സ് ആണ്. അപ്പൊ നിങ്ങൾ 3 പേരോടും 2 ക്വസ്റ്റ്യൻസ് വീതം ചോദിക്കും. ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് എനിക്ക് ഡയറക്ടർ ചോയ്സ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ലൊക്കേഷനിൽ വെച്ചിട്ട് ചീത്ത പറയാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഉപയോഗിക്കാം. അങ്ങനെ എന്താണ് ഡയറക്ടേഴ്സ് ചോയ്സ്? ശരി, ആദ്യം ആരോടാ ചോദിക്കണ്ടേ? ഓക്കെ, നമ്മള് മലയാളത്തിൽ മാത്രം പ്ലാൻ ചെയ്ത സിനിമയായിരുന്നല്ലോ സിറ്റാര. ഓക്കെ, നമ്മൾ 3 ലാംഗ്വേജിൽ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ? ആ കാട്ടിൽ തന്നെ വിട്ടു വരണേ കഴിഞ്ഞില്ലെങ്കിൽ ബാക്കി പറഞ്ഞു. No, I'm saying it, I mean, jokes apart, it was a good decision because like he has mentioned in other, I mean like he has mentioned earlier, because it's to do with forest and Bangalore and all of that. Idiluru you can actually have it in other languages because that's the setting is not an issue. The story and the setting is not an issue. It's not pertaining to a particular place. So so it was easy, and plus we have shot also in a few of these places, so it is easy. Picture Kerala Tamil Nadu border ayadonde there's a lot of Tamil also being spoken. So all of that is natural. You will get that feel. Pinne idine it makes it all the more believable in each language because he changed the tune. Each song is unique in each language. So when you are watching it in Tamil, you will not even feel that it is also a Malayalam movie. You are watching everything in Tamil. Even the part adinte aa oru experience ingane nammal ipo parayumbo, even now when we are saying that the movie has unique songs and in 4 languages, aarku ande aa oru
എന്താ പറയുക അതിൻ്റെ ആ എസെൻസും ഫീലും കിട്ടില്ല അതർ ദൻ ദ ഫാക്ട് ദറ്റ് ദ ലിസ്ണിംഗ് ടു ഡിഫറെൻറ്റ് സോങ്സ്. പക്ഷേ വെൻ യു ആർ വാച്ചിങ് ഇറ്റ് a Tamil person person watching it in Tamil and a person watching it in Malayalam, each one will get their own feel, which is the beauty, which is not something we can measure or tell outside. That is only for that person to know. Angante oru karyana adu. That way it's unique. Yeah. Okay. Question number 2. ഗായത്രി ഫസ്റ്റ് ഡേ ഷൂട്ട് എന്തായിരുന്നു ആറ്റിറ്റ്യൂഡ് അത് ക്വസ്റ്റ്യൻ അല്ല, ഞാൻ വിചാരിച്ചു ഗായത്രി ഫസ്റ്റ് വന്നപ്പോ എന്തായാലും എങ്ങനെയാണോ അറിയാൻ വേണ്ടി ചോദിച്ചാ. ഐ മീൻ എന്തായിരുന്നു ഒരു ഓവറോൾ വ്യൂ എന്താണ് അത്? ഈ രജത് ഇപ്പൊ പറഞ്ഞ സംഭവം ഉറപ്പായിട്ടുള്ള ആർക്കെങ്കിലും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടാവണം. പൊതുവെ തന്നെ കാണുമ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഒരു 5 മിനിറ്റ്സ് സംസാരിച്ചപ്പോ അതങ്ങ് മാറും. ഫസ്റ്റ് ഡേ തുറന്ന പോയി എന്നോട് എല്ലാരും അങ്ങനെ പറയാറുണ്ട്. കാണുമ്പോ കുറച്ച് ഗൗരവം 5 മിനിറ്റ് സംസാരിച്ചിട്ട് എന്താ പറയാ? അല്ല, എൻ്റെ അടുത്ത് മത്തായച്ചൻ ഫസ്റ്റ് ഡേ ഗായത്രി ലൊക്കേഷനിൽ വന്ന സമയമില്ല. അന്നേരം മത്തായച്ചൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇവളിലെ നായിക എന്തൊരു ചാടെ എന്തൊരു ചാടെ. സ്വാഭാവികം, കേൾക്കാറുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഡേ വന്നപ്പോ ഞാൻ എല്ലാരെയും പോലെ തന്നെ കുറച്ച് നെർവസ് ആയിരുന്നു. പിന്നെ ഒരു സെറ്റിലേക്ക് ആദ്യം വരുമ്പോ ഉണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള സോർട്ട് ഓഫ് ഇമോഷൻസും എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ വന്നു കഴിഞ്ഞു ഇവരോട് എനിക്ക് ശ്രീജിത്തേട്ടൻ എനിക്ക് മുമ്പേ അറിയാം. ലൈക്ക് ഈ വർക്കിന് മുമ്പേ ഞങ്ങൾ ഓൾറെഡി കണക്റ്റഡ് ആണ്. പുള്ളിയുടെ ഇതിന് തൊട്ട് മുമ്പ് ചെയ്തൊരു വർക്കിൽ ദുൻ എന്ന് പറഞ്ഞിട്ടൊരു വർക്കിൽ ഞാൻ ലീഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് എ ആൽബം, ഒരു ഹിന്ദി ആൽബം ആണ്. അപ്പം അതിൽ ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ എനിക്ക് ശ്രീജിത്തേട്ടനെ ഓൾറെഡി അറിയാം. ആൻഡ് ലൈക്ക് ഞങ്ങളൊരു 3-4 വർഷമായിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു സഡൻ ആണ് എന്നെ പുള്ളി വർക്കിലേക്ക് വിളിക്കുകയും കാസ്റ്റ് ആവുക വരികയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഒരു മെയിൻ ലീഡ് ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട്. ക്യാരക്ടർ റോൾസ് ആണ് കൂടുതൽ ഉള്ളത് മലയാളത്തിൽ. തമിഴിലാണ് ഞാൻ ഹീറോയിനായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം പക്ഷെ അത് ഒരുപാട് മുമ്പാണ്. ആൻഡ് മലയാളത്തിലെ ഒരു ടൈറ്റിൽ ക്യാരക്ടർ അങ്ങനെ ചെയ്തു വരിക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വെരി ഈസി. എല്ലാവർക്കും ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടണം എന്നില്ല. ഐ മീൻ ലീഡ് ക്യാരക്ടർ ചെയ്യും. അതെ, ടൈറ്റില് സിക്കാഡ ആൻഡ് ലീഡ് ക്യാരക്ടർ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. അപ്പം കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. വിളിച്ചപ്പോൾ അങ്ങനെ വന്നു. ആദ്യത്തെ ആ ഒരു ഈ പറഞ്ഞ ഇമോഷൻസിന്റെ ഒക്കെ അപ്പുറം ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് ഇവിടെ ക്രിയേറ്റഡ് ആയിട്ട് കിട്ടി. ആ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് വളരെ എന്താ പറയാ, എന്നെ വളരെ കംഫോർട്ട് ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് കിട്ടി. സോ എനിക്ക് ക്യാരക്ടറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റി. അതുകൊണ്ട് ആദ്യത്തെ ഒരു കുറച്ചൊരു ഇത് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ആ ഫ്ലോയിലങ്ങ് കംപ്ലീറ്റ്ലി സെറ്റായി. ഗായത്രി ഒരു കാര്യം കൺവിൻസ്ഡ് ആവുന്നത് വരെ ആക്ച്വലി ഷി വിൽ ആസ്ക്. ഐ മീൻ അവളുടെ മുഖം കണ്ടറിയാം നമുക്ക് അവളത് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ അവൾ അതിനകത്ത് കൺവിൻസ്ഡ് അല്ല എന്നുള്ളത്. അതിപ്പോ ഒരു ഷോട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. കാരണം ആ സീൻ എന്താന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ളൊരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നോ റീടേക്ക്. സോ ആ ഒരു കാര്യമുണ്ട്. അത് ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം ചെയ്തായിരുന്നു. എനിക്ക് നമ്മൾ ഒത്തിരി റീടേക്സ് പോയിട്ടില്ല. അല്ല, അത് നല്ലതായതുകൊണ്ടല്ല, ശ്രീത്തിന് മനസ്സിലായി ഇനി പോയിട്ടില്ല. എന്തിനു സമയങ്ങൾ അടുത്തത് രജത്. ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇല്ല. അപ്പൊ അടുത്ത അനുവിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മള് നിർത്താൻ വെക്കാൻ ഉറപ്പായിട്ടും. എത്ര മണിക്കൂർ കംബാക്ക് എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ആക്ച്വലി ഞാൻ തന്നെ അല്ലടാ കംബാക്ക് എന്ന് എന്തൊക്കെയാണ് നിന്റെ ഇനിയുള്ള ഗോൾസ്? ഇനി നമുക്ക് എപ്പോഴും അല്ലേ, ഇല്ല, നമുക്ക് എപ്പോഴും ഒരു ഗോൾ തന്നെ ഉള്ളൂ. അപ്പൊ ആ ഗോൾ എന്ന് പറയുന്നത് ഇനിയുള്ള എന്താ പറയാ വർഷങ്ങളിൽ ഒരു നല്ല അഭിനേതാവായിട്ട് അറിയപ്പെടുക, നല്ലൊരു സംവിധായകനായിട്ട് അറിയപ്പെടുക. ഇത് രണ്ടുമാണ്. അപ്പൊ സംവിധാനം പ്ലാനിലുണ്ട്. നേരത്തെ മുതലുള്ള ഞങ്ങൾ ആക്ച്വലി ആദ്യം കണക്ട് ആവുന്നത് അങ്ങനെയാണ്. എന്റെ ആദ്യത്തെ മ്യൂസിക് വീഡിയോ ഡയറക്ട് ചെയ്തത് ശ്രീത്താണ്. പിന്നെ ഇപ്പൊ ഈ പറഞ്ഞ ദുൻ എന്ന് പറയുന്ന ഒരു ആൽബത്തിലെ ഒരു സോങ്ങും
ശ്രീജിത്തിനെ അഭിനയിപ്പിച്ചിട്ടുണ്ട് ഞാൻ ആസ് എൻ അതെ ഡയറക്ടർ. അതെ അതെ അപ്പൊ അങ്ങനെ ഒരു ബന്ധം കൂടി ഞങ്ങൾക്കുണ്ട്, ഒരു പ്രൊഫഷണൽ ബന്ധം. അതെ. എനിക്ക് മലയാള സിനിമയിൽ ആദ്യം ചാൻസ് വാങ്ങിച്ചിരുന്നു. കാരണം സുഗീതേട്ടന്റെ അടുത്ത് എന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് രജത്ത്. അപ്പൊ പക്ഷെ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് മറ്റേ നമുക്ക് തരുമ്പോ നല്ല റോളായിരിക്കും, ഇത്തിരി കഷ്ടപ്പെടുന്ന റോളായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഇതിലും നല്ല റോളിന് എന്തൊക്കെ കിട്ടില്ലല്ലോ. ഇതിന് നല്ല റോൾ എന്തായാലും ഡെഫിനറ്റ്ലി കിട്ടില്ല. വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പിന്നെ ഇതില് എന്താ പറയാ, ലൈക്ക് ഫോർ ദ പീപ്പിൾ ടു നോ, ഇത് 18+ ആണ് സിനിമ. അപ്പൊ അത് എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ, ബിക്കോസ് അതിന് ഒരു മോശമായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉള്ളതുകൊണ്ടല്ല, പക്ഷെ ബ്ലഡ് ഷെഡും കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് 18+ ആണ്. ഹെഡ് കട്ട് ഒക്കെ ഉണ്ട്. അതെ, ഒരു ഹെഡ് കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈസി ആയിട്ട് പറയുന്നത് ചെറിയ അതെ, അല്ല അത് മറ്റേ സെൻസർ ചെയ്യുന്ന സമയത്ത് സെൻസർ ബോർഡില് അതോറിറ്റീസ് പറഞ്ഞു, ഐ മീൻ ഈ പടത്തിന്റെ എസെൻസ് കളയണ്ട, നമുക്ക് UA ആക്കണ്ട. അവര് തന്നെ പറഞ്ഞു നമുക്ക് ഇത് ഏതെങ്കിലും നിങ്ങളുടെ കോണ്ടന്റിന് നല്ലത്. അപ്പൊ ഞങ്ങളുടെ മൈൻഡിൽ ഓൾറെഡി ആ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഓക്കെ, പടം നശിപ്പിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണ്ട. സോ അല്ല, ബിക്കോസ് അതിലൊരു ഇതുണ്ട്, ഒരു മീനിങ് ഉണ്ട്. there is a message in that. ഇമ്പോർട്ടന്റ് മെസ്സേജ് ഉണ്ട്. അത് കൺവേ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇത്രയും ഈസി ആയിട്ട് ഹെഡ് കട്ട് ഉണ്ടെന്ന് അല്ല, ഹെഡ് കട്ട് എന്ന് പറയുന്നത് ഈ ഹെഡ് കട്ട് ചെയ്യുന്നു കാണിക്കുന്നത് അങ്ങനെയല്ല. അതിന്റെ ഒരു പെർട്ടിക്കുലർ ഏരിയയില് നമുക്കത് വേണ്ടി വന്നു. പിന്നെ ഇതിന് ഈ സിനിമയിൽ 18+ ആണ്, ഈ ബ്ലഡ് ഷെയ്ഡ് ഉണ്ട് അല്ലെങ്കിൽ ഹെഡ് കട്ട് ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ഇതെല്ലാം ഇങ്ങനെ വെറുതെ വന്ന് അല്ലെങ്കിൽ നമ്മളൊരു ഇത് കാണിക്കാൻ വേണ്ടി അങ്ങനെയൊന്നുമല്ല. ഇതിന്റെ ഓരോ സംഭവത്തിനും ആൻഡ് എന്താ പറയാ, പറ്റുമെങ്കിൽ എല്ലാവരും ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണണം. കാരണം ഇതിന്റെ ഒരു സൗണ്ട് ഡിസൈനിങ്ങും ഈ ഒരു പ്രകൃതിയുടെ ഒരു ആംബിയൻസും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ഹീറോസ് പടത്തിലെ. അപ്പൊ ഇതെല്ലാം തിയേറ്ററിൽ കാണുമ്പോഴാണ് അതിന്റെ ഒരു ഫുൾ ഇമ്പാക്ട് കിട്ടുക. ആൻഡ് ഇത് ടൈലന്റ് വരെ കണ്ടാലേ ഇതിന്റെ പല റീസൺസിനും ആൻസേഴ്സ് കിട്ടുള്ളൂ. നോൺ ലീനിയർ പാറ്റേൺ ആണ്. തുടക്കം തൊട്ട് നമ്മള് പോകുമ്പോ കറക്റ്റ് എത്തുമ്പോഴേ കിട്ടില്ല. എക്സാക്ട് സംഭവങ്ങളിൽ എല്ലാം കണക്ട് ആവണമെങ്കിൽ ടൈലന്റ് വരെ കാണണം. സോ അതുകൊണ്ട് ഇതൊരു തിയേറ്റർ വാച്ച് ഫിലിം തന്നെ. ആ ഉദ്ദേശത്തിൽ തന്നെയാണ് ഇത് മേക്ക് ചെയ്തേക്കുന്നത്. ഈ പടം സ്റ്റാർട്ട് ചെയ്യുമ്പോ ഭയങ്കര ഒരു ചെറിയ സ്ലോ പേസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ ഒരു ഹുക്കിലേക്ക് വരുന്നതാണ്. ഒരു നോൺ ലീനിയർ പാറ്റേൺ കൂടിയാണ് പടം. ഈ രജത്ത് പറഞ്ഞ പോലെ സൗണ്ടിങ് വൈസ് ഒത്തിരി ശ്രദ്ധിച്ചിട്ടുണ്ട്, കുറെ ഡീറ്റെയിലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് സ്ക്രിപ്റ്റ്. കാരണം 2 hours ഫിലിമാണ്, ഒരു 35 minutes ഒക്കെയാണ്. ഒരു 35 minutes ആണ് ആക്ച്വലി ഡയലോഗ്സ് കൂടുതലും വരുന്നത്. ബാക്കിയുള്ള സമയം കംപ്ലീറ്റ്ലി ഇവരുടെ ഭാവാഭിനയവും കാര്യങ്ങളൊക്കെയാണ്. കരച്ചിലും ബഹലും അത് ഭയങ്കരമായിട്ട് ഈ കാർഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സൗണ്ട് അത്രയും ഇമ്പോർട്ടന്റ് ആണ് ഈ സിനിമയ്ക്ക്. അത് നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ അത് നന്നായിട്ട് ഫീൽ ചെയ്യും നമ്മൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടൊരു മസ്റ്റായിട്ടും തിയേറ്റർ വാച്ചാണ്. ഇപ്പൊ ഇത് പറയുമ്പോ ലൈക് ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സാറാണ്. അപ്പം ഇദ്ദേഹം ഒരു സംഗീത സംവിധായകൻ. ഇപ്പോ രജിത്തന്റെ കാര്യം പറയുമ്പോൾ നമ്മള് ഒരു പാട്ട് വളരെ മെമ്മറിയിൽ നിൽക്കുന്ന ഒരു പാട്ടുണ്ട് എന്ന് പറയുന്ന അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെയും. നെഞ്ചോട് ചേർത്ത് പാട്ടൊന്ന് പാടാം അല്ലേ? അയ്യോ മഴ, നമ്മുടെ ശിക്കാരി ശമ്പളത്തെ മഴ. പ്ലീസ് എനിക്ക് പാടി കേൾക്കണം. ഇതിന്റെ ലിറിക്ക് ഞാൻ തന്നെ കൊടുക്കും കേട്ടോ. ഇപ്പൊ തരും വേണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ആ പാട്ട് പഠിച്ചിട്ടില്ല, അപ്പൊ ഞാൻ പാടി ശരിയാവില്ല. അല്ല, ആദ്യത്തെ ലൈൻ പഠിക്കും, ബാക്കി ഞാൻ പാടാം. ഇല്ല സാർ, ആദ്യത്തെ ലൈൻ പഠിക്കും, ബാക്കി ഞാൻ പാട്ട് ഞങ്ങൾ പോട്ടെ. കിട്ടി. ഓ ഇതാരൊരാൾ എനിക്കായി തൂവുന്ന തൂമഴ, ഓ ഒരീണമായി എൻ കാതിൽ കൊഞ്ചുന്ന തേന്മഴ, പറയാ നീ കരുതും നിൻ പ്രണയം ഇന്നു മഴയായി, ഓഹോ നിൻ കിനാക്കളിൽ ഞാൻ മഴ, നിൻ മനം തൊടാ ഞാൻ.
ഇതാണ് കൂടെ പാടാന്ന് പറഞ്ഞത്. അല്ല ഇദ്ദേഹത്തിന്റെ വേറെ പാട്ട് പാടാമെന്നല്ലേ ചോദിച്ചേ? ആ, എന്നാ വേറെ പാട്ട്. അതായത് ഇപ്പം നമ്മുടെ നിലവില് എന്താ പറയാ റീൽസ് എടുത്താലും വെഡിങ് ആൽബംസ് എടുത്താലും അത് ഭരിക്കുന്ന ഒരു സോങ് ഉണ്ട്. തമിഴ്. അതല്ലേ? അതെ. കേട്ടോ ഞാൻ പറഞ്ഞേ. ഏതോ താരം പോലെ ആകാശം മുട്ടേ ദൂരങ്ങൾ താണ്ടി ഞാൻ മൗനം നെഞ്ചിലാകെ ഇരുളായി മെല്ലെ നീളുന്നതോർത്തു ഞാൻ. തുലാമഴത്തുവൽ തൊടാതെ കിനാവിൽ തീരവേനൽ കാലം നെഞ്ചിനാൽ വിമുഖം ഓരോരാവും പോകെ പെയ്യാതെ ഏതോ മൃദുഭാവം. പിച്ച് കൂടിപ്പോയി. ലാസ്റ്റ് നോട്ട് എത്തിയില്ല.